നമസ്കാരം. ന്യൂസ് കാനിലേക്ക് ഏവർക്കും സ്വാഗതം. കാടിറങ്ങി വരുന്ന ആനയും പോത്തും പാമ്പും കടുവയുമൊക്കെ മനുഷ്യജീവനെ നിസ്സാരമായി ആക്രമിച്ച് കൊന്നൊടുക്കുന്ന കേരളത്തിൽ ഇപ്പോഴിതാ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം മനുഷ്യമാംസത്തിൻ്റെയും ചോരയുടെയും രുചി പറ്റിയ തെരുവു പട്ടി ഒരു ബാലനെ അതിദാരുണമായി കടിച്ചു കീറി കൊന്നിരിക്കുന്നു. മുമ്പ് തെരുവു നായ്ക്കൾക്കെതിരെ ശക്തമായ ജനകീയ പ്രക്ഷോഭങ്ങൾ ഉയർന്നു വന്നിരുന്നുവെങ്കിലും പൊറുക്കാനാവാത്ത അലംഭാവത്തോടെയും നിരുത്തരവാദപരമായും വാചക കസർത്തുകൾ നടത്തിയും അധികാരികളും ബന്ധപ്പെട്ട വകുപ്പുകളും അതിനെ നിസ്സാരമായി കാണുകയാണ് ഉണ്ടായത്. കേരളത്തിലെ പരശതം ജനങ്ങളും പറയുന്നത് പോലെ വാക്സിൻ മാഫിയകൾക്ക് വേണ്ടി തന്നെയാണോ ഈ അനാസ്ഥയെന്ന് ജനങ്ങളോട് പറയേണ്ടത് സർക്കാരാണ്. കേരളത്തിലെ ജനങ്ങൾക്ക് തെരുവിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരു ചാവാലി പട്ടിയുടെ വില പോലും നൽകാൻ അധികാരികൾ തയ്യാറായിരുന്നുവെങ്കിൽ കണ്ണൂർ മുഴുപ്പലങ്ങാട് കെട്ടിനകത്ത് നിഹാൽ നിഷാദ് എന്ന 11 വയസ്സുകാരനായ ഭിന്നശേഷിക്കാരനെങ്കിലും മിടുമിടുക്കനായ ഒരു ബാലനെ തെരുവു നായ്ക്കൾ പച്ചയ്ക്ക് കടിച്ചു കീറി കൊല്ലുമായിരുന്നില്ല. മനുഷ്യരെക്കാൾ മനുഷ്യർക്ക് ദ്രോഹം വരുത്തുന്ന മൃഗങ്ങൾക്ക് വില കൽപ്പിക്കുന്ന ഈ നാടിൻ്റെ ഗതികേടിൽ പരിതപിച്ചുകൊണ്ട് ന്യൂസ് കാൻ ആരംഭിക്കുന്നു. ഏവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. പ്രസിദ്ധ സിനിമാ നടൻ ജോജു ജോർജ് നിർമ്മിക്കുകയും ടൈറ്റിൽ റോളിൽ അഭിനയിക്കുകയും ചെയ്ത മലയാള സിനിമയായിരുന്നു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിലെ അവയവ കച്ചവടത്തിൻ്റെ ആഴങ്ങൾ തുറന്നു കാണിച്ച 2018 പുറത്തിറങ്ങിയ ജോസഫ് എന്ന സിനിമ. ഫിക്ഷണലായ ആ കഥയെ അരക്കിട്ടുറപ്പിക്കുന്ന സംഭവങ്ങളാണ് ഇപ്പോൾ കേരളത്തിൽ ചുരുളഴിയുന്നത്. അവയവദാനവുമായി ബന്ധപ്പെട്ട പരാതിയിലാണ് എറണാകുളത്തെ ഏറ്റവും വലിയ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയായ ലേക്ക് ഷോർ ഹോസ്പിറ്റലിനും അവിടുത്തെ 8 ഡോക്ടർമാർക്കുമെതിരെയാണ് എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി കേസെടുത്തിരിക്കുന്നത്. 2009 നവംബറിൽ വാഹന അപകടത്തിൽപ്പെട്ട ഉടുമ്പൻചോല സ്വദേശിയായ 18 വയസ്സുകാരനായ എബിൻ എന്ന കുട്ടിക്ക് മസ്തിഷ്ക മരണം സംഭവിച്ചുവെന്ന് കാട്ടി ബന്ധുക്കളെ കൊണ്ട് ആ കുട്ടിയുടെ അവയവങ്ങൾ ദാനം ചെയ്യിക്കുകയായിരുന്നു എന്നാണ് പരാതി. ആദ്യഘട്ടത്തിൽ എബിൻ്റെ മാതാപിതാക്കൾക്ക് സംശയമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ അന്ന് ആ ആശുപത്രിയിലെ ഡോക്ടറായിരുന്ന കൊല്ലം സ്വദേശി ഡോക്ടർ സദാനന്ദ ഗണപതിയാണ് അവയവദാനത്തിൽ സംശയം തോന്നി ശക്തമായ നിയമ നടപടികളുമായി മുൻപോട്ട് പോയത്. 3 പേര് 3 സമയത്തായിട്ട് വന്ന് എഴുതി വെച്ചു ബ്രെയിൻ ഡെഡ്. ഇറ്റ് ഈസ് ഇല്ലീഗൽ. ഇറ്റ് ഈസ് നോട്ട് ലീഗൽ. 2 കിഡ്നി 20 lakhs, liver 30 lakhs, pancreas 30 lakhs, intestine 30 lakhs, heart 100 lakhs, കൈ ഉണ്ടെങ്കിൽ അതിനകത്ത് 30 lakhs. ബൈക്ക് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ അബിനെ അരമണിക്കൂറിനുള്ളിൽ കോതമംഗലം മാർ ബെസേലിയസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പരിക്ക് ഗുരുതരമായിരുന്നതിനാൽ പിറ്റേ ദിവസം അബിനെ വിവാദമായ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. അതിൻ്റെ പിറ്റേ ദിവസം രാത്രി 7 മണിയോടെ അബിന് മസ്തിഷ്ക മരണമുണ്ടായതായി പ്രഖ്യാപിച്ച് വൃക്കകളും കരളും ശരീരത്തിൽ നിന്ന് നീക്കം ചെയ്ത് ഒരു മലേഷ്യൻ പൗരന് നൽകുകയുണ്ടായി. തലയ്ക്ക് ഏറ്റ ആഘാതത്തെ തുടർന്ന് തലയോട്ടി അറയിൽ രക്തം കെട്ടിനിന്ന അവസ്ഥയായിരുന്നു അബിന്. അത്തരമൊരു സാഹചര്യത്തിൽ അടിയന്തരമായി ചെയ്യുന്ന ജീവൻ രക്ഷാ ഉപാധികളിൽ ഒന്ന് തലയോട്ടിയിൽ നിന്ന് ആ രക്തം മാറ്റുക എന്നുള്ളതാണ്. എന്നാൽ വിചിത്രമെന്ന് പറയട്ടെ, ഇവിടെ ഇത്തരമൊരു ചികിത്സ അബിന് നൽകിയതായി ചികിത്സാരേഖകൾ വ്യക്തമാക്കുന്നില്ല. അബിൻ്റെ ശവശരീരം പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ പി സഞ്ജയുടെ അഭിപ്രായത്തിൽ അബിൻ്റെ തലച്ചോറിന് വലിയ ആഘാതമൊന്നും ഏറ്റിരുന്നില്ല. ശരിയായ ചികിത്സ നൽകി തലയോട്ടിയിൽ കെട്ടിക്കിടന്ന രക്തം ഒഴിവാക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ
ആ ചെറുപ്പക്കാരൻ സുഖം പ്രാപിക്കുമായിരുന്നു. അജ്ഞാതവും ദുരൂഹവുമായ കാരണത്താൽ അതൊന്നും ചെയ്തില്ല. അങ്ങനെയെങ്കിൽ ഇനി എങ്ങനെ മെച്ചപ്പെട്ട ചികിത്സകൾ തേടി ഇത്തരം പഞ്ചനക്ഷത്ര ആശുപത്രികളിൽ പോകാനാകും? വിലപ്പെട്ട അവയവങ്ങൾ ഉണ്ടെന്നറിഞ്ഞാൽ അവയവ മാഫിയ ആളുകളെ സ്കെച്ച് ചെയ്ത് ആസൂത്രിതമായി കൊന്നൊടുക്കത്തില്ല എന്ന് എന്ത് ഉറപ്പാണുള്ളത്? ഇതിനോടകം റോഡപകടങ്ങളിൽ മരിച്ച എത്രയോ പേരുടെ അവയവങ്ങൾ ഇങ്ങനെ ദാനം ചെയ്തിട്ടുണ്ടായിരിക്കും. എന്തായാലും എല്ലാവർക്കും ഊഹിക്കാവുന്ന ആ അജ്ഞാതമായ കാരണങ്ങൾ കൊണ്ട് ഈ വിഷയത്തിൽ പ്രധാന മാധ്യമങ്ങൾ ഭൂരിഭാഗം പേരും പ്രതികരിക്കുന്നില്ല എന്നുള്ളതാണ്. മറ്റ് ആശുപത്രികളിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ആക്രോശിച്ചവരും കൊടിപിടിച്ചവരും മുഷ്ടി ചുരുട്ടിയവരും ഇപ്പോൾ മൗനത്തിലാണ്ട് പോയിരിക്കുന്നു. തിരുവല്ലയിലെ പുഷ്പഗിരി ആശുപത്രിയും അങ്കമാലി ലിറ്റിൽ ഫ്ലവറും തല്ലിപ്പൊളിച്ചവരുടെ പിൻഗാമികൾക്ക് ഇപ്പോൾ ആകെ ഒരു പരവേശം പിടികൂടിയിരിക്കുകയാണ്. അവരുടെ കൈ വിറയ്ക്കുകയും മുട്ടിടിക്കുകയും ചെയ്യുന്നു. നാക്കും താണുപോയിരിക്കുന്നു. ഏതായാലും കേരളത്തെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ട് അവയവ വ്യാപാര മാഫിയ ഇവിടെ ശക്തമാണ് എന്ന കാര്യം തള്ളിക്കളയാൻ കഴിയില്ല. ഈ ആശുപത്രിയുടെ ഒന്നും മുൻപിൽ വന്നു നിന്ന് കൊടിയും പിടിച്ച് പേരിനൊരു മുദ്രാവാക്യം പോലും വിളിക്കാൻ ഇതുവരെ ഒരു രാഷ്ട്രീയ പാർട്ടിയും തയ്യാറായിട്ടില്ല. ഇത്തരം മാഫിയ പ്രവർത്തനങ്ങളെ ഫ്രണ്ട് പേജിൽ തുറന്നു കാണിക്കാൻ ഇവിടുത്തെ അച്ചടി മാധ്യമങ്ങളും തയ്യാറായിട്ടില്ല. വിഷയദാരിദ്ര്യം കൊണ്ട് പൊറുതിമുട്ടിയ ആ ദിവസം പോലും ഇത്രയും പ്രാധാന്യമേറിയതും നടുക്കമുളവാക്കുന്നതുമായ വിഷയം ഒന്ന് ചർച്ചയ്ക്കെടുക്കാൻ ന്യൂസ് 18, ജനം എന്നീ ചാനലുകളല്ലാതെ വേറെ ആരും ധൈര്യപ്പെട്ടില്ല എന്നുള്ളത് അതിശയമുളവാക്കുന്നതാണ്. അല്ല, അതിൽ അതിശയിക്കാനൊന്നുമില്ല എന്നുള്ളതാണ് വാസ്തവം. പക്ഷേ ഇതൊരു ക്രൈസ്തവ മാനേജ്മെൻറ്റ് സ്ഥാപനമായിരുന്നെങ്കിലോ എന്തായിരുന്നതിനെ സ്ഥിതി? സകല പാർട്ടിക്കാരും പുരോഗമനവാദികളും സാമൂഹ്യ നിരീക്ഷകരും ഫെമിനിസ്റ്റുകളും സിനിമാക്കാരും എന്ന് വേണ്ട എല്ലാ മതരാഷ്ട്രീയക്കാരും ഒപ്പം സകല മതേതരന്മാരും ഒരുമിച്ച് വന്ന് ഉറഞ്ഞു തുള്ളിയേന്. കാഞ്ഞിരപ്പള്ളി അമൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിൽ ശ്രദ്ധ സതീഷ് എന്ന വിദ്യാർത്ഥിനിയുടെ തികച്ചും ദൗർഭാഗ്യകരമായ മരണവുമായി ബന്ധപ്പെട്ട് കോളേജ് മാനേജ്മെൻറ്റ് സുതാര്യമായി തന്നെ നടപടികൾ കൈക്കൊള്ളുകയുണ്ടായി. എന്നിട്ടും വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾ എന്ന പേരിൽ നടത്തിയത് സഭ പടുത്തുയർത്തിയ ആ സ്ഥാപനത്തെ തല്ലിത്തകർക്കുവാൻ ചില സാമൂഹിക വിരുദ്ധ ശക്തികൾ നടത്തുന്ന ക്രൈസ്തവ സ്ഥാപന ഉന്മൂലനമാണെന്ന് വ്യക്തമായപ്പോഴാണ് ക്രൈസ്തവ സമൂഹം ഒന്നടങ്കം അതിനെ ചെറുത്തുകൊണ്ട് ശക്തമായ പ്രതിഷേധം തീർത്തത്. ഇതര മതസ്ഥരുടെ സ്ഥാപനങ്ങളിൽ ഇത്തരം ദൗർഭാഗ്യകരമായ മരണങ്ങൾ ഉണ്ടായപ്പോൾ ഇതേ ആവേശ കമ്മിറ്റിക്കാർ അങ്ങേയറ്റം നിഷ്ക്രിയരായിരുന്നു. അതുകൊണ്ട് തന്നെ കാഞ്ഞിരപ്പള്ളിയിലെ ക്രൈസ്തവ പ്രതിഷേധം അമൽ ജ്യോതി വിഷയത്തിൽ മാത്രമല്ല, ഈ കാലഘട്ടത്തിൽ ക്രൈസ്തവ സമൂഹം നേരിടുന്ന എല്ലാ വെല്ലുവിളികൾക്കുമെതിരെയുള്ള ശക്തമായ ചെറുത്തുനിൽപ്പ് തന്നെയായിരുന്നു. അമൽ ജ്യോതി കോളേജിന് മുമ്പിൽ നടക്കുന്ന കോലാഹലങ്ങൾ ആസൂത്രിതമാണെന്ന് വ്യക്തമായപ്പോൾ തന്നെ അതിനെതിരെ ശക്തമായി സോഷ്യൽ മീഡിയയിലൂടെ രംഗത്ത് വന്നയാളാണ് അലോഖ എന്ന കൊച്ചുമിടുക്കി. ഇതിന്റെ മറവിൽ മറ്റൊരുപാട് കാര്യങ്ങൾ കയറി പോകുന്നുണ്ട്. എ സ്പെഷ്യൽ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ എന്നും സ്ഥിരമായിട്ടുണ്ടാവുന്ന പോലെ തന്നെ ക്രിസ്ത്യാനികൾക്കെതിരെ നിൽക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴും കുറെ പേരുണ്ട്. ആ കോളേജിന്റെ അടുത്ത് തന്നെയുള്ള മറ്റൊരു സ്ഥാപനം, പേര് ഞാൻ മെൻഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, വർഗീയതയായി പോകും. മറ്റൊരു സ്ഥാപനത്തിൽ 2-3 ആഴ്ചയാണോ മാസമോ, ഐ തിങ്ക് ഇറ്റ്സ് ബിഫോർ 1 month, ഒരു കുട്ടി കോളേജിൽ ഫീസ് അടയ്ക്കാൻ കഴിയാഞ്ഞിട്ട് സൂസൈഡ് ചെയ്തായിരുന്നു. ആൻഡ് അവിടെ ഈ പ്രതിഷേധമോ പ്രകടനമോ ഒന്നും ഞാൻ കണ്ടില്ല. കാരണം അങ്ങോട്ട് എന്നാലേ നല്ല കീറ് കിട്ടും. മനോജവിയിൽ അങ്ങനെയല്ല. ക്രിസ്ത്യാനികളെന്ന് മര്യാദക്കാരാണ് എന്നൊരു തോട്ട് ഓഫ് വ്യൂ എല്ലാവർക്കും ഉള്ളതുകൊണ്ടായിരിക്കണം ഈ പ്രതികരണം അലോഖയുടെ പ്രതിരോധ ശേഷിയുടെയും സാമൂഹിക പ്രതിബദ്ധതയുടെയും തെളിവ് തന്നെയാണ്. അടുത്ത ഘട്ടത്തിൽ അസ്തിത്വ സംരക്ഷണത്തിനായി ക്രൈസ്തവ സമൂഹം ഒന്നടങ്കം
കാഞ്ഞിരപ്പള്ളിയിൽ അണിനിരന്നപ്പോഴും അതിലേറ്റവും ശ്രദ്ധിക്കപ്പെട്ടത് അലോഖ ബെന്നി എന്ന കൊച്ചുമിടുക്കി സഭയ്ക്കെതിരായുള്ള കുൽസിത നീക്കങ്ങളെ ചെറുത്തുകൊണ്ട് നടത്തിയ പ്രസ്താവനകളാണ്. നാം വിലയോടെയും ബഹുമാനത്തോടെയും സ്നേഹത്തോടെയും കാണുന്ന വെള്ളയിട്ട അച്ഛന്മാരെയും കന്യാസ്ത്രീകളെയും വെള്ളയിട്ട പിശാചുകൾ എന്ന് പറയുമ്പോൾ പ്രതികരിച്ചില്ലെങ്കിൽ, ചോര തിളച്ചില്ലെങ്കിൽ അവിടെ നാം ക്രിസ്ത്യാനിയാണെന്ന് പറയുന്നത് കൊണ്ട് എന്ത് അർത്ഥമാണുള്ളത്? കാഞ്ഞിരപ്പള്ളി രൂപതയുടെ മാത്രമല്ല കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിനാകമാനം അഭിമാനമായ അമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിനെതിരെ ക്രൈസ്തവ വിരുദ്ധർ വണ്ടി പിടിച്ചു പോലും സംഘടിച്ച് എത്തുമ്പോൾ അതിനെതിരെ ചെറുത്തുനിൽപ്പുമായി എഴുന്നേൽക്കുന്ന ആർജിതമായ തൻ്റെ അടവും നല്ല നട്ടല്ലുറപ്പുമുള്ള കോട്ടയം നസ്രാണി തലമുറയുടെ പ്രതിനിധി തന്നെയാണ് അലോഖ ബെന്നി എന്ന പെൺകുട്ടി. ക്രൈസ്തവ സഹജമായ അച്ചടക്കത്തോടെ പ്രതികരിക്കേണ്ട വിഷയങ്ങൾ മാത്രം എടുത്തുത്തരിച്ച് കാഞ്ഞിരപ്പള്ളി രൂപതയിലെ യുവജന അംഗമായ ആ പെൺകുട്ടി ക്രൈസ്തവ യുവതകൾക്ക് ആവേശമായി മാറിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവളെയും അവളുടെ പിതാവ് ഇടുക്കി DCC ജനറൽ സെക്രട്ടറി ബെന്നി പെരുവന്താനത്തെയും കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ സാമൂഹിക മാധ്യമങ്ങൾ വഴി അപമാനിക്കാൻ സകല ക്രൈസ്തവ വിരുദ്ധന്മാരും ഇപ്പോൾ ഒന്നിച്ച് ചേർന്നിരിക്കുന്നത്. കമ്മ്യൂണിസ്റ്റുകാരും ഇസ്ലാമിസ്റ്റുകളുമാണ് അതിന് ചുക്കാൻ പിടിക്കുന്നത്. കൂട്ടത്തിൽ ക്രൈസ്തവ സമൂഹത്തോട് കടുത്ത അസഹിഷ്ണുത വെച്ചു പുലർത്തുന്ന മറ്റ് രാഷ്ട്രീയ കക്ഷികളിലെ ചിലരും അലോഖയെയും അവളുടെ പിതാവിനെയും ആസൂത്രിതമായി തന്നെ തേജോവധം ചെയ്യുകയാണ്. മതതീവ്രവാദ നിലപാടുള്ള ചിലരും തൽപര കക്ഷികളിൽ നിന്ന് കനത്ത തുക അച്ചാരം പറ്റി മാധ്യമപ്രവർത്തനമെന്ന പേരിൽ വിദേശ രാജ്യങ്ങളിലിരുന്ന് നിരന്തരം കേന്ദ്ര സർക്കാരിനെ അപഹസിക്കുകയും ചെയ്യുന്ന ചില ഓൺലൈൻ ചാനലുകളും അലോഖയും ക്രൈസ്തവ യുവജനങ്ങളും ഉയർത്തിയ ന്യായമായ ചോദ്യങ്ങൾക്ക് മറുപടിയില്ലാതെ അവർക്കെതിരെ ആക്ഷേപവും പരിഹാസവുമായി ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. അലോഖയെപ്പോലുള്ളവരെ പരിഹസിച്ചും ആക്ഷേപിച്ചും ഇല്ലാതാക്കാമെന്നത് ചിലരുടെ മൂഢചിന്തകൾ മാത്രമാണ്. അലോഖ മാത്രമല്ല, അങ്ങനെ ആയിരക്കണക്കിന് യുവതീ യുവാക്കളാണ് സഭയുടെ ക്രമീകൃതമായ പരിശീലനത്തിൽ അഭ്യസനം തികഞ്ഞ് പുറത്തു വരുന്നത്. അലോഖയ്ക്കെതിരെയുള്ള എല്ലാ നീക്കങ്ങളെയും ശക്തമായി തന്നെ ക്രൈസ്തവ സമൂഹം ഒറ്റക്കെട്ടായി നിന്ന് പ്രതിരോധിക്കുകയും കൂടുതൽ രൂപതകളിൽ ബോധവൽക്കരണ പരിപാടികൾ നടത്തി അലോഖയെപ്പോലെയുള്ള ശക്തരായ യുവജനങ്ങളെ രംഗത്ത് കൊണ്ടുവരികയും ചെയ്യും. ഏതായാലും ക്രൈസ്തവ സമൂഹത്തിന് നേരെ അധിനിവേശം ശക്തമായിരിക്കുന്നു. അതൊരു കാലിക യാഥാർത്ഥ്യമാണ്. ആകയാൽ സഭാവ്യത്യാസം കൂടാതെ സകല ക്രൈസ്തവരും ഒന്നു ചേർന്ന് ഒറ്റക്കെട്ടായി നിന്ന് ബാഹ്യശക്തികളുടെ അധിനിവേശ ശ്രമങ്ങളെ ചെറുത്ത് തോൽപ്പിക്കുക തന്നെ വേണം. ഇതിനിടയിലാണ് മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എന്ന പദവി എടുത്തണിഞ്ഞിട്ട് പലപ്പോഴും വിദ്വേഷകരമായ പ്രസ്താവനകൾ നിരന്തരം പുറപ്പെടുവിക്കുന്ന അബ്ദുള്ള അമൽജ്യോതിയിൽ മാത്രമല്ല ഒരു ക്രൈസ്തവ സ്ഥാപനങ്ങളിലേക്കും മുസ്ലിം കുട്ടികളെ അയക്കരുത് എന്ന വിവാദമായ പോസ്റ്റുമായി രംഗത്തെത്തിയത്. അബ്ദുള്ളയുടെ അസഹിഷ്ണുത എത്രത്തോളമുണ്ടെന്നറിയാൻ അമൽജ്യോതിയെ ആമൽ ജ്യോതിയും ആമേത് ജ്യോതിയും ഒക്കെ ആക്കിക്കൊണ്ടുള്ള ആ പോസ്റ്റ് ശ്രദ്ധിച്ചാൽ മതിയാകും. മുമ്പ് ജനം TV-യുടെ ചർച്ചയിലിരുന്നു കൊണ്ട് 20% മുസ്ലിങ്ങൾ മതി 80% ക്രൈസ്തവരെയും ഹൈന്ദവരെയും കൊന്നെടുക്കാനെന്ന് പറഞ്ഞുകൊണ്ട് അതിഭീകരമായ കലാപ ആഹ്വാനം നടത്തി കുപ്രസിദ്ധി നേടിയിട്ടുള്ള ആളാണ് ഈ അബ്ദുള്ള. പിന്നീട് ലവ് ജിഹാദ് പ്രണയക്കെണിക്കെതിരെ തലശ്ശേരി അതിരൂപത പുറത്തിറക്കിയ ഇടയ ലേഖനത്തെക്കുറിച്ച് ആശങ്കപ്പെടുകയും കെന്നഡി കരിമ്പുംകാലായെ പണ്ടേ കൊല്ലേണ്ടതായിരുന്നു എന്നുമൊക്കെ വിളിച്ചു പറഞ്ഞ് സദാ വിവാദം സൃഷ്ടിക്കുന്ന അബ്ദുള്ളയുടെ ഏറ്റവും പുതിയ ഇൻഡാസാണ് മുസ്ലിം വിദ്യാർത്ഥികൾ ആരും ക്രിസ്ത്യാനികൾ നടത്തുന്ന സ്ഥാപനത്തിൽ പോയി പഠിക്കരുത് എന്നുള്ള ഈ പ്രസ്താവന. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്,
ക്രൈസ്തവരെയും ഇതര മതസ്ഥരെയും സഹോദരങ്ങളായി കാണുന്ന മോഡറേറ്റ് ആയിട്ടുള്ള ധാരാളം മുസ്ലിമുകളുള്ള ഈ സമൂഹത്തിൽ അബ്ദുള്ളയുടെ പ്രസ്താവനയെ അവർ തള്ളിക്കളയുക തന്നെ ചെയ്യും. പരസ്പരം സ്നേഹത്തോടെയും സഹകരണത്തോടെയും വർത്തിക്കേണ്ട സമൂഹത്തിൽ ഉയർന്ന ചിന്തകൾ വെച്ച് പുലർത്തുന്നവർ ധാരാളം പേരുണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ്. ഏതായാലും ഒരു കാര്യം സത്യമാണ്, അമൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് മാത്രമല്ല, ക്രൈസ്തവ മാനേജ്മെൻറ്റിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന എല്ലാ സ്ഥാപനങ്ങളിലും അച്ചടക്കവും ധാർമ്മിക ബോധവും വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അത് കർശനമായി പാലിച്ചല്ലാതെ അവിടെ ആർക്കും പഠിക്കാൻ കഴിയില്ല. അത്തരം മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കുന്ന മാതാപിതാക്കളുടെ നല്ല തീരുമാനം തന്നെയായിരിക്കും അമൽ ജ്യോതി പോലെയുള്ള മികച്ച അക്കാദമിക് നിലവാരമുള്ള ക്രൈസ്തവ സ്ഥാപനങ്ങൾ. ഇനി അബ്ദുള്ളയെ പോലെയുള്ള ഒരാളുടെ അങ്ങേയറ്റം വിഭാഗീയത ജനിപ്പിക്കുന്ന വാക്കുകൾക്ക് വില കൽപ്പിക്കുന്നവരുണ്ടെങ്കിൽ വളരെ നല്ലത്. അത്തരക്കാരുടെ ആ സ്വാതന്ത്ര്യത്തെയും ക്രൈസ്തവ സമൂഹം മാനിക്കുക തന്നെ ചെയ്യുന്നു. ജാതിമത ഭേദമന്യേ സമൂഹത്തിലെ തലമുറകൾക്കെല്ലാം മികച്ച വിദ്യാഭ്യാസവും വ്യക്തിത്വവും ഉണ്ടാകുവാനാണ് എക്കാലത്തും ക്രൈസ്തവ മാനേജ്മെൻറ്റുകൾ സ്ഥാപനങ്ങൾ പടുത്തുയർത്തിയിട്ടുള്ളത്. അവിടെ പ്രവേശനത്തിൻ്റെ മാനദണ്ഡം ജാതിയോ മതമോ അല്ല, മറിച്ച് അക്കാദമിക്കൽ യോഗ്യത മാത്രമാണ്. അബ്ദുള്ള പറഞ്ഞതുപോലെ തന്നെ ക്രൈസ്തവ സ്ഥാപനങ്ങളോട് ആർക്കെങ്കിലും ആശയപരമായ ഭിന്നതയുണ്ടെങ്കിൽ അവർ അവിടെ ചേരാതിരിക്കുക. കാലും കയ്യും പിടിച്ച് അകത്ത് കയറിയിട്ട് പുറംകാലുകൊണ്ട് തൊഴിക്കുന്ന പരിപാടി ഇനി നടക്കത്തില്ല. അങ്ങനെ ചെയ്യുന്നതിലും നല്ലത് താലിബാൻ വിസ്മയം അബ്ദുള്ളയെ അനുസരിക്കുന്നതാണ്. ലോക കേരള സഭയെന്ന അന്തർദേശീയ പരിപാടിയിൽ പങ്കെടുക്കാൻ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ അക്കരയ്ക്ക് പറന്നപ്പോൾ മുതൽ ആരംഭിച്ചതാണ് ഇക്കരെ വലിയ പ്രതിസന്ധികൾ. ആർക്കാണ് മുഖ്യമന്ത്രിയുടെ താൽക്കാലിക ചുമതലയെന്ന് വ്യക്തമാക്കിയിട്ടില്ലെങ്കിലും ചില അഭിനവ മുഖ്യമന്ത്രിമാർ അറിഞ്ഞു കളിക്കുന്നത് കൊണ്ടാണോ എന്നറിയില്ല, കേരളത്തിലെ മാധ്യമപ്രവർത്തകർ തുടർച്ചയായി വേട്ടയാടപ്പെടുകയാണ്. ഏതായാലും കൊല്ലം ചാവറയിൽ KMML എന്ന സ്ഥാപനത്തിലെ ചില അഴിമതികൾ വെളിച്ചത്ത് കൊണ്ടുവന്നതിന് MD-യുടെ പരാതിയെ തുടർന്ന് കൊല്ലത്തെ മനോരമ ലേഖകനെതിരെ കേസെടുത്തിരിക്കുന്നു. എലത്തൂർ ട്രെയിൻ കത്തിക്കൽ കേസിലെ പ്രതിയുടെ ദൃശ്യങ്ങളും വാർത്തകളും പുറത്തുവിട്ടതിന് മാതൃഭൂമി വാർത്താ സംഘത്തിനെതിരെ കേസ്. ലഹരിവിരുദ്ധ റിപ്പോർട്ടിൽ പൊതുവിദ്യാഭ്യാസ മേഖലയെ അപകീർത്തിപ്പെടുത്തുന്ന റിപ്പോർട്ട് ഉണ്ടെന്നുള്ള PV അൻവർ MLA-യുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഏഷ്യാനെറ്റ് ന്യൂസ് സംഘത്തിനെതിരെ പോക്സോ വകുപ്പ് പോലും ചുമത്തി കേസെടുത്തിരിക്കുന്നു. EP ജയരാജനെതിരെ ബന്ധു നിയമന കേസ് റിപ്പോർട്ട് ചെയ്യാൻ കോടതി വളപ്പിലെത്തിയ മാധ്യമപ്രവർത്തകരെ വക്കീലന്മാരെല്ലാം സംഘം ചേർന്ന് പച്ചത്തെറി വിളിച്ച് കോടതി വളപ്പിന് പുറത്താക്കിയിട്ട് നൽകിയ കേസിൽ മാധ്യമങ്ങൾക്കെതിരെ കേസ്. ചാനൽ ചർച്ചയ്ക്കിടെ CITU നേതാവ് എളമരം കരീമിനെ മർദ്ദിക്കാൻ ആഹ്വാനം നൽകിയെന്ന് പറഞ്ഞ് കരീമിൻ്റെ പരാതിയിൽ ഏഷ്യാനെറ്റിലെ ബിനു വി ജോണിനെതിരെ കേസ്. 2020 മുല്ലപ്പള്ളി രാമേന്ദ്രൻ നടത്തിയ പ്രസംഗം ചാനലിൽ വായിച്ചതിന് ഏഷ്യാനെറ്റിലെ അബ്ജോദിനെതിരെ കേസ്. ഇതൊക്കെ നടക്കുന്നത് പിണറായിയുടെ ഭരണകാലത്താണ് എന്നുള്ളതാണ് ഏറെ കൗതുകം. കാരണം ഭരണത്തിലേറും വരെ മാധ്യമ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒരുപാട് ശബ്ദമുയർത്തിയത് അദ്ദേഹമായിരുന്നു. പക്ഷേ ഇപ്പോൾ അതെല്ലാം മാറി മറിഞ്ഞിരിക്കുന്നു. ഇപ്പോഴിതാ മുഖ്യമന്ത്രി അക്കരെ ചെന്ന് പുതിയ കാര്യങ്ങൾ പഠിക്കുമ്പോൾ ഇക്കരെ ശക്തമായ മാധ്യമവേട്ട തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വ്യാജരേഖ ചമച്ച് അനധികൃതമായി ജോലി സമ്പാദിക്കാൻ ഇറങ്ങിയ SFI നേതാവ് K വിദ്യയെക്കുറിച്ചുള്ള വിവരങ്ങൾ തേടി എറണാകുളം മഹാരാജാസിൽ ചെന്ന് ലൈവ് എടുത്ത ഏഷ്യാനെറ്റ് സീനിയർ റിപ്പോർട്ടർ അഖില നന്ദകുമാറിനെതിരെ കേസ്. അഴിമതിക്കാരായ മന്ത്രിമാരെയും പൊളിറ്റിക്കൽ ഇസ്ലാമിനെയും കളങ്കിത കച്ചവടക്കാരെയും നിരന്തരമായി വിമർശിച്ച മറുനാടൻ മലയാളി എഡിറ്റർ ഷാജൻ സ്കറിയയ്ക്കെതിരെ
ഒരു വ്യവസായ പ്രമുഖൻ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ കൊടുത്തിട്ടുള്ള കേസുകൾക്ക് പുറമെ ഇപ്പോഴിതാ ചില ജനപ്രതിനിധികളുടെ പരാതികളിൽ മേൽ രംഗത്തിറങ്ങി ജാമ്യമില്ലാത്ത വകുപ്പുകൾ ചുമത്തി കേസെടുത്തിരിക്കുന്നു. ഇനിയും കേസെടുക്കൽ തുടരുമെന്ന് പാർട്ടി സെക്രട്ടറി ഭീഷണിപ്പെടുത്തുന്നു. ദളിത് പശ്ചാത്തലമുള്ള ഒരു ജനപ്രതിനിധിയെ ജാതീയ അഭിഷേകം നടത്തിയെന്നായി അടുത്ത കേസ്. സംവരണ മണ്ഡലത്തിൽ നിന്ന് ജയിച്ച MLAയെയും ഭൂമി തട്ടിപ്പ് കേസിലെ പ്രതിയായ ജനപ്രതിനിധിയെയും ഷാജൻ സ്കറിയ വിമർശിച്ചിട്ടുണ്ടാകും. ഈ നാട്ടിൽ MLAയെയും മന്ത്രിമാരെയും വിമർശിക്കാൻ പറ്റാത്ത വിധത്തിൽ അപ്രമാദിത്വം ഇത്ര പെട്ടെന്ന് ചിലർക്ക് എവിടെ നിന്നാണുണ്ടായത്? മറുനാടൻ മലയാളി വ്യാജ വാർത്ത നൽകിയിട്ടുണ്ടെങ്കിൽ അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ലല്ലോ. അന്നൊന്നും അത് നിയമപരമായ വ്യവഹാരമാക്കാതിരുന്നിട്ട് ഇപ്പോൾ അധികാരത്തിൻ്റെ പിൻബലത്തിൽ സംഘം ചേർന്ന് ആക്രമിക്കുന്നത് അസൽ മാധ്യമവേട്ടയും ഫാസിസവും തന്നെയാണ്. തൻ്റെ നിലപാട് ഈ വിഷയത്തിൽ ഷാജൻ വ്യക്തമാക്കിയത് ഇങ്ങനെയാണ്. 3 കൂട്ടരാണ് എന്ന് പലതവണ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒന്നാമത് നിൽക്കുന്നത് പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകളാണ്, രണ്ടാമത് പിണറായിസ്റ്റുകൾ, മൂന്നാമത് കളങ്കിതരായ കച്ചവടക്കാർ. ഈ 3 പേർക്കും മറുനാടൻ അസ്വാരസ്യമാണ്, ബുദ്ധിമുട്ടാണ്. എന്നാൽ ഇതിൽ ഏറ്റവും അധികം ശത്രുത പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകൾക്കാണ്. കളങ്കിത കച്ചവടക്കാർ കഴിയുന്നതും ഒഴിഞ്ഞു പോകാൻ ശ്രമിക്കുന്നവരാണ്. കാരണം അവരെ കയറി മാന്താൻ തുടങ്ങിയാൽ സകലതും നിയമവിരുദ്ധമാകും. പിണറായിസ്റ്റുകൾ എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ ഒരു പ്രതിഭാസമാണ്. പുറത്തേക്ക് ഇറങ്ങിയാൽ നമ്മൾ കാണുന്നത് CPM-കാരെയാണ്. അവരിൽ പലരെയും ഞാൻ കാണാറുണ്ട്. അവർക്ക് സ്നേഹത്തോടെയാണ് വിമർശിക്കാറുള്ളത്. എന്നാൽ പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകൾ അങ്ങനെയല്ല. അവർക്കൊരു ആഗോള അജണ്ടയുണ്ട്. ലോകം മുഴുവൻ ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കണം. ആ ഇസ്ലാമിക രാഷ്ട്രത്തിന് ഏറ്റവും അധികം തടസ്സം നിൽക്കുന്നത് ജനാധിപത്യ വ്യവസ്ഥയാണ്. അതുകൊണ്ട് ജനാധിപത്യത്തെ ഭയക്കുന്നവർ, ഫ്രീ സ്പീച്ചിനെ ഭയക്കുന്നവരാണ് പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകൾ. അവരാണ് വാസ്തവത്തിൽ മറുനാടനെ ഏറ്റവും അധികം ഭയപ്പെടുന്നതും മറുനാടനെതിരെ ഏറ്റവും അധികം ശക്തമായ ചരട് വലിക്കുന്നവരും. ഷാജൻ സ്കറിയ വ്യാജവാർത്ത നൽകിയിട്ടുണ്ടെങ്കിൽ നിയമപരമായി കേസെടുക്കട്ടെ. അല്ലാതെ ഒരിക്കലും പറയാത്ത ജാതി അധിക്ഷേപത്തിൻ്റെ പേരിൽ ഷാജനെ കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമിക്കുന്നത് ശക്തമായി എതിർക്കപ്പെടേണ്ടത് തന്നെയാണ്. ഷാജൻ സ്കറിയയെ കള്ളക്കേസിൽ ജയിലിൽ അടയ്ക്കേണ്ടത് ചില തൽപര കക്ഷികൾക്ക് അടിയന്തര അനിവാര്യതയായി മാറിയിരിക്കുകയാണ്. അതാണ് യാഥാർത്ഥ്യം. ന്യൂയോർക്ക് ടൈംസ് സ്ക്വയർ സമ്മേളനത്തിലെ സൈബർ പോരാളികളുടെ അനാവശ്യ പെരുപ്പിച്ചുകാട്ടലുകൾ മാധ്യമങ്ങൾ പൊളിച്ചു കളഞ്ഞതോടെ മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയുടെ നിറം കെട്ടുപോയെങ്കിലും CM ഇപ്പോഴും യാത്ര തുടരുകയാണ്. പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ച് അദ്ദേഹം കേരളത്തിലേക്ക് എത്തുന്നതും അങ്ങനെ കേരളത്തെ വികസിപ്പിച്ച് മറ്റൊരു ക്യൂബയാക്കുന്നതും പാർട്ടിക്കാരുടെ വലിയ സ്വപ്നമാണ്. പക്ഷേ ജനങ്ങൾ അതൊരിക്കലും ആഗ്രഹിക്കുന്നില്ല എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ന്യൂസ് കാൻ ഈ ആഴ്ച സമാപിക്കുന്നു. വീണ്ടും അടുത്തയാഴ്ച ഇതേ സമയം.